ഹലോ ഡിയേഴ്സ്, ഇന്ന് ചെയ്യുന്നത് നമുക്ക് ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡെക്കറേഷൻ ഐഡിയ ആണ്. ബലൂണും അലുമിനിയം വയറും വെച്ചിട്ട് ക്രിസ്മസ് ബോൾസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ബലൂൺ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ആദ്യം ഈ കമ്പികളൊക്കെ ഒന്ന് കൂട്ടി കെട്ടിയെടുക്കണം. സിൽവറും ഗോൾഡൻ കളറിലുമുള്ള കമ്പികളാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. കമ്പികൾ കൂട്ടി കെട്ടാനായിട്ട് രണ്ട് കമ്പികളുടെയും അറ്റം ഇങ്ങനെ എടുത്തിട്ട് രണ്ടും കൂടി പിരിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. കമ്പി ഒരു റോളായിട്ടാണ് കയ്യിലുള്ളതെങ്കിൽ നമുക്ക് നേരിട്ട് ബലൂണിലേക്ക് ചുറ്റി കൊടുത്താൽ മതിയായിരുന്നു. ഇത് ഓരോ പീസായതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള നീളം കിട്ടണം അത്രയും നമുക്ക് ഈ കമ്പികളിങ്ങനെ കൂട്ടി യോജിപ്പിച്ചെടുക്കണം. സിൽവറും ഗോൾഡൻ കമ്പികളും ഇടകലർത്തിയാണ് കേട്ടോ കെട്ടിക്കൊടുക്കണത്. ഇതിപ്പോൾ ഏകദേശം 8-10 കമ്പികൾ ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബലൂൺ വീർപ്പിച്ചെടുക്കാം. ഇതൊരു മീഡിയം സൈസിലുള്ള ബലൂണാണേ. ഞാൻ നേരത്തെ ഒരു പിങ്ക് കളർ ബലൂൺ കാണിച്ചില്ലേ, ആ അളവിലുള്ള തന്നെ ഉണ്ടോ. ഇനി നമ്മൾ നല്ല നീളത്തിൽ കെട്ടി വെച്ചിരിക്കുന്ന ആ കമ്പി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചുറ്റി കൊടുക്കണം. കമ്പിയുടെ ഒരറ്റം എടുത്തിട്ടുണ്ട്. കമ്പിയുടെ ബാക്കിയുള്ള ഭാഗം താഴേക്ക് നിവർത്തിയിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കെട്ടി വീണ് പോകും. കമ്പിയുടെ അറ്റം എടുത്തിട്ട് ബലൂണിൻ്റെ ആ കെട്ടിയിട്ട് വെച്ചിരിക്കുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കണ്ടേ. എന്നിട്ട് ഈ കമ്പി ബലൂൺ ഫുള്ളായിട്ടും ചുറ്റി കൊടുക്കാം. അപ്പോൾ ചുറ്റി കൊടുക്കുമ്പോൾ എപ്പോഴും ഒരേ ഡയറക്ഷനിലേക്ക് ചുറ്റാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വേണം ചുറ്റി കൊടുക്കാൻ. ചുറ്റി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗ്ലൂവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യാണ്ട് വെറുതെ കമ്പി ചുറ്റി കൊടുത്താൽ കമ്പി അഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ ബലൂൺ പൊട്ടിപ്പോകാമെന്നുള്ള പേടിയൊന്നും വേണ്ട. ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. കമ്പി ആയതുകൊണ്ട് ഫെവിക്കോളൊക്കെ ആകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും ഒട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ അതുപോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ എടുക്കുന്നതാണ് നല്ലത്. വയർ ചുറ്റി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് നോക്കി വേണം ചുറ്റി കൊടുക്കാനായിട്ട്. കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ചുറ്റി കൊടുക്കുമ്പോൾ ഗ്യാപ്പ് ചില സ്ഥലത്ത് ഒരുപാടാണ് കൂടി പോവും. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അലുമിനിയം വയർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള പഴയ കനം കുറഞ്ഞ ഏത് കമ്പി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് തിരിക്കാനും വളയ്ക്കാനും പറ്റണ കമ്പി ആയാൽ മതി. അപ്പോൾ അതാ ഏകദേശം നമ്മുടെ പണി തീരാറായിട്ടുണ്ട്. അപ്പോൾ കമ്പി ഫുള്ളായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ടേ. ഇതിങ്ങനെ കുറച്ച് നേരം ഒന്ന് വെച്ചേക്കാം, ഈ ഗ്ലൂ ഒക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടട്ടെ. എന്നിട്ട് ഈ ബലൂൺ നമുക്ക് പൊട്ടിച്ച് കളയാം. ബലൂൺ പൊട്ടിച്ച് കഴിയുമ്പോൾ സംഭവം ഫ്ലോപ്പ് ആവുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ കാര്യമായ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത ഭാഗങ്ങളിലൊക്കെ ബലൂണിൻ്റെ കുറച്ച് പീസുകൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ടേ. അത് കുറച്ചൊക്കെ പറിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് പറിച്ചെടുത്ത് മാറ്റുന്ന സമയത്ത് കമ്പി വളഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാനിത് തൽക്കാലം അങ്ങനെ തന്നെ വെക്കാണ്. ഇനി ബാക്കി വർക്കുകളും കൂടി വരുമ്പോൾ അതങ്ങോട്ട് ഹൈഡായി പൊക്കോളും. ഇതിനെ ഇനി ഒന്നുകൂടി ഒന്ന് അലങ്കരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പല വലിപ്പത്തിലും പല കളറിലുള്ള ബീഡ്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ ബീഡ്സ് ഒട്ടിക്കുന്നത് കൊണ്ട് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തില്ല, കാരണം കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചപ്പോൾ കുറച്ച് ടൈം എടുക്കണ്ട ഒട്ടി കിട്ടാനായിട്ട്. ഫെവി ബോർഡ് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള മുത്തുകൾ കയ്യിലില്ലെങ്കിൽ ബട്ടൺസോ അല്ലെങ്കിൽ തെർമോക്കോൾ ബോൾസോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ചാലും മതി കേട്ടോ. അങ്ങനെ കമ്പി ഫുള്ളായിട്ട് ആ മുത്തുകൾ വെച്ച് അലങ്കരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങൾ തൂക്കിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റാർസോ അല്ലെങ്കിൽ ചെറിയ ബോൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്ലിറ്റർ ഫോം ഷീറ്റ് കട്ട് ചെയ്ത് 2 സ്റ്റാർസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ കാണുന്ന ചെറിയ ബോൾസ് അലുമിനിയം ഫോയിൽ പേപ്പർ ചുരുട്ടിയെടുത്തതാണേ. ഇതിനെ കമ്പിയിൽ ചുറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹാങ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇതിങ്ങനെ ഒരുമിച്ച് കൂട്ടിക്കെട്ടിയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഹാങ് ചെയ്തിട്ട് കൊടുത്താലും മതി. അങ്ങനെ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കൂടി വരുമ്പോഴാണ് ഒന്നുകൂടി ഭംഗിയാവുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിതിൽ LED ലൈറ്റ്സ് ഒന്ന് ചുറ്റിക്കൊടുത്ത് നോക്കാം. ഇതുപോലുള്ള LED ലൈറ്റ്സ് ഇല്ലെങ്കിൽ LED ബൾബ് ചെറുതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതൊന്നിനി കത്തിച്ച് നോക്കാം. അപ്പോൾ ലൈറ്റ്സ് കൂടി വന്നപ്പോൾ ഒന്നുകൂടി അടിപൊളിയായില്ലേ. ഇത് ഹാങ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ഇതുപോലത്തെ ചെറിയ ചെറിയ ബോൾസൊക്കെ ഉണ്ടാക്കി ക്രിസ്മസ് ട്രീയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിൽ LED ലൈറ്റ്സിന് പകരമായിട്ട് വേണമെങ്കിൽ ടീ ലൈറ്റ് ക്യാൻഡിലൊക്കെ കത്തിച്ച് നോക്കാം കേട്ടോ. ഇത് ടേബിളിൽ വെക്കുമ്പോൾ അതാ ഇങ്ങനെ ഇരിക്കും. ഇനി ഇതിനൊന്ന് ഹാങ് ചെയ്തിട്ട് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.